ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ വിശേഷങ്ങളൊക്കെ കണ്ടു തുടങ്ങിയല്ലോ അല്ലേ, നാട്ടിലെ വിശേഷങ്ങൾ. അപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റീസ് എല്ലാം കഴിഞ്ഞിട്ട് നാട്ടിൽ വന്നിട്ട് നമ്മൾ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തെല്ലാം കഴിഞ്ഞല്ലോ. പിന്നെ എൻ്റെ കുറേ കയ്യിലിരിക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അല്ലേ. എൻ്റെ ഒറിജിനൽ ഇപ്രാവശ്യം മേടിച്ച സാധനമൊന്നും അതിനകത്തില്ല കേട്ടോ. എങ്കിലും നമുക്ക് ബേക്കിങ്ങിന് ആവശ്യമുള്ള കുറേ കാര്യങ്ങൾ, അങ്ങനത്തെ കുറേ വിശേഷങ്ങൾ. പിന്നെ ഇനി എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഓണം സീരീസ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തതുപോലെ തന്നെ ക്രിസ്മസ് സീരീസും നമ്മൾ സ്റ്റാർട്ട് ഓഫ് ചെയ്യാൻ പോകണം. അപ്പോൾ ഒരു ഒഫീഷ്യൽ ലോഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം. ഒഫീഷ്യലായിട്ട് ഞാൻ പറയുകയാണ്, നമ്മൾ ക്രിസ്മസ് സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഓണത്തിനെക്കാട്ടിലും ഒരല്പം കൂടി എനിക്ക് ക്ലോസ് ടു മൈ ഹാർട്ടാണെന്ന് പറയാം. കാര്യം ഓണം ഓക്കെ, നമ്മൾ സദ്യ അങ്ങനെയുള്ള ഒരുപാട് ട്രഡീഷണലായിട്ട് കാര്യം. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഈ ഡിസംബർ മാസത്തിൻ്റെ പ്രത്യേകത കൊണ്ടായിരിക്കാം എനിക്ക് ക്രിസ്മസിനോടൊരു ഭയങ്കര സ്നേഹമാണ്. എനിക്ക് പൊതുവേ ഇങ്ങനെ ഡിസംബർ മാസം ഭയങ്കര ഇഷ്ടമുള്ളൊരു മാസമാണ്. കാര്യം തണുപ്പിൻ്റെ ഒരു സമയമാണ്. ക്ലൈമറ്റൊക്കെ നല്ല ഡിഫറെൻ്റ് അല്ലേ, നമ്മൾ വേനൽക്കാലമല്ല, തണുപ്പാണ്. പിന്നെ എന്താ പറയുക, വെളിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലും സിറ്റിയിൽ മുഴുവൻ ദീപക്കാഴ്ചകളാണ്. അതായത് ഒരുപാട് ലൈറ്റ്സ് കാര്യങ്ങൾ അതെല്ലാം ഗവൺമെൻറ് ചെയ്യുന്നതാണ്. എങ്കിലും റോഡ്സിലേക്ക് ഇറങ്ങുമ്പോൾ അങ്ങനെ. പിന്നെ കടകളിലേക്ക് ചെന്ന് കഴിഞ്ഞാലും പിന്നെ സ്ഥാപനങ്ങളുടെ ഫ്രണ്ട് എവിടെ ചെന്നാലും ഇങ്ങനെ സ്റ്റാർസൊക്കെ തൂക്കി കിടക്കില്ലേ, ഇഷ്ടം പോലെ നക്ഷത്രങ്ങളിങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുന്ന കാഴ്ച. അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ടൊരു തണുപ്പിൻ്റെയും മഞ്ഞിൻ്റെയും ഒക്കെ ഒരു ഫീലാണ്. ഇവിടെ മഞ്ഞൊന്നും ഇല്ല എങ്കിലും നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗാണ്. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റായിട്ടൊരു സോഫ്റ്റ് ഒരു ഫീലിംഗാണ്. ആ ഒരു എന്താ പറയുക, ഇങ്ങനെ വീടുകളിലെ സ്റ്റാർസ്. പിന്നെ വൈകുന്നേരം ഇപ്പോൾ ക്രിസ്മസ് അടുക്കാറാകുമ്പോഴത്തേക്കും ക്രിസ്മസ് പാപ്പ ആയിട്ട് ഡ്രസ്സ് ചെയ്തിട്ട്, ക്രിസ്മസ് ഫാദറിൻ്റെ പോലെ ഡ്രസ്സ് ചെയ്ത് കുട്ടികളൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കില്ലേ, മണിയൊക്കെ അടിച്ചിട്ട് ജിങ്കിൾ ബെൽസ് എന്നൊക്കെ പാടി നടക്കുക. അപ്പോൾ അങ്ങനത്തെ ഉള്ള ഒരുപാട് ഓർമ്മകൾ എനിക്കുണ്ട്. നമ്മൾ കുഞ്ഞായിരുന്നപ്പോഴും ഇങ്ങനെ അച്ഛനമ്മമാരുടെ കൂടെയൊക്കെ താമസിക്കുന്ന സമയത്തും ഇത്തരം കാഴ്ചകളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇങ്ങനെ ജിങ്കിൾ ബെൽസിൻ്റെ ആ ഒരു പാട്ട് കേൾക്കുമ്പോൾ ഭയങ്കര രസകരമായ ഓർമ്മകളാണ്. പിന്നെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ, ഇപ്പോൾ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താണ്? ക്രിസ്മസ് കേക്ക് അല്ലേ. ധാരാളം വൈറ്റ് റോയൽ ഐസിംഗ് ഒക്കെ ആയിട്ട് ക്രിസ്മസ് കേക്ക്സ്, പ്ലം കേക്ക്സ്. പിന്നെ പുൽക്കൂടുകളൊക്കെ ഇപ്പോൾ വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. റോഡിലൊക്കെ ഇറങ്ങിയാൽ ഇപ്പോൾ പുൽക്കൂട് വിൽക്കുന്ന ആൾക്കാരെയും കാണാൻ സാധിക്കും. റോഡ് സൈഡ് വെൻഡേഴ്സ് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. പിന്നെ ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ വീട്ടിലെ കാര്യം എന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറത്തെ വീട്, അതായത് നമ്മുടെ സിനിയുടെ വീട്, അവർ ക്രിസ്ത്യൻസ് ആണല്ലോ. അപ്പോൾ ജ്ഞാനായക്കാരാണ്. അപ്പോൾ അവരുടെ അമ്മച്ചി ഉണ്ടായിരുന്ന കാലത്ത്, അതായത് മമ്മി, ഞങ്ങളൊക്കെ മമ്മീന്ന് വിളിച്ചുകൊണ്ടിരുന്നത്, അവരുടെ അമ്മ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. മമ്മിയും പപ്പയും ഉള്ള സമയത്ത് ഇപ്പോൾ രണ്ടുപേരും ഇല്ല. അപ്പോൾ അതൊക്കെ സത്യം പറഞ്ഞാൽ അവരെല്ലാം നമ്മൾ ഈ ക്രിസ്മസ് സമയത്ത് കൂടുതൽ ഓർമ്മിക്കും. അപ്പോൾ ക്രിസ്മസിൻ്റെ അത് രാവിലെ, എല്ലാ ക്രിസ്മസിന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരുന്നത് അപ്പുറത്തെ വീട്ടിൽ നിന്നാണ് മമ്മി കൊടുത്തേക്ക്. അതായത് നല്ല പാലപ്പവും പിന്നെ എന്താ പറയുക സ്റ്റൂവും. ശരിക്കും പറഞ്ഞാൽ മമ്മി കൂടുതലും പാലപ്പത്തിനെക്കാട്ടി കൂടുതൽ വെള്ളയപ്പമാണ് ചെയ്തിരുന്നത്. ലേസുള്ള അപ്പം അല്ല, അല്ലാത്ത അപ്പം. പിന്നെ അതിൻ്റെ കൂടെ നല്ല ഒരു ചിക്കൻ സ്റ്റൂ, പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ, ഹൽവ, പലഹാരങ്ങളും ഒക്കെ ആയിട്ടൊരു നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഞങ്ങളൊക്കെ കുഞ്ഞാണ്. അപ്പോൾ ശരിക്കും ആ ക്രിസ്മസിൻ്റെ അന്ന് രാവിലെ അപ്പുറത്തത് മമ്മി കൊടുത്തയക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് കിട്ടാനായിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യും. ഓ, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് അപ്പുറത്തു നിന്നാണല്ലോ. അങ്ങനെയല്ല, സിനിക്കൊന്നും അതൊന്നും ഓർമ്മയുണ്ടാവില്ല. കാര്യം സിനിയൊന്നും അന്നില്ലല്ലോ. ഞങ്ങളൊക്കെ കുഞ്ഞിലേ ഇവിടെ ഉള്ള ആൾക്കാരാണ്. സിനി പിന്നീടല്ലേ വന്നേ. അപ്പോൾ അങ്ങനത്തെ കുറേ നല്ല മെമ്മറീസ്. പിന്നെ പാതിരാ കുർബാനയ്ക്ക് ഞാൻ അവരോടൊപ്പം പള്ളിയിൽ, അവരുടെ എല്ലാവരും, സിനിയുടെ ഹസ്ബൻഡ് ജോയിയുടെ ചേട്ടന്മാർ, സിസ്റ്റേഴ്സ്, ഇവരെല്ലാം കൂടെ ഞാൻ പള്ളിയിൽ പോകുമായിരുന്നു പാതിരാ കുർബാനയ്ക്ക്. അങ്ങനെ ഭയങ്കര നല്ല നല്ല മെമ്മറീസാണ്. പിന്നെ എൻ്റെ മദറാണെങ്കിൽ AG's ഓഫീസിലായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, കൊളീഗ്സായിട്ട്, ഫ്രണ്ട്സായിട്ട്, എല്ലാ മതത്തിലുള്ളവരുണ്ട്. അതിൽ എടുത്തു പറയാവുന്ന ഏലിയ മാൻഡിയൊക്കെ ക്രിസ്ത്യൻ ഫ്രണ്ടായിരുന്നു, ഭയങ്കര അമ്മയുടെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടായിരുന്നു. അപ്പോൾ ഏലിയ മാൻഡിയൊക്കെ ഈ ഒരു സമയത്തൊക്കെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തേക്കും. പിന്നെ കേക്ക്സ് ഉണ്ടാക്കി തന്നുവിടുമായിരുന്നു. ഏലിയ മാൻഡി ഒരു എക്സ്പേർട്ട് കേക്ക് മേക്കറായിരുന്നു. എൻ്റെ അന്നത്തെ ഓർമ്മയിൽ ഏലിയ മാൻഡിയുടെ കേക്കാണ്. കാര്യം അമ്മ എന്നിട്ട് അതുപോലെ ഏലിയ മാൻഡി ഉണ്ടാക്കിയ കേക്ക്, അതായത് ഇലക്ട്രിക് ഓവനിലല്ല ഉണ്ടാക്കിയത്, ഇങ്ങനെ ചുട്ടെടുക്കുന്ന ഒരു കേക്ക് ഉണ്ടാക്കി അമ്മയെ കാണിച്ചു കൊടുത്തു. എൻ്റെ അമ്മ വന്നിട്ട് അതേപോലെ ഉണ്ടാക്കി. അതായത് ഒരു മത്തങ്ങയുടെ ഷേപ്പിൽ ഒരു മെറ്റലിലൊരു ഓട് കൊണ്ടുള്ള ഒരു കേക്കിൻ്റെ ഒരു എന്താ പറയുക, കേക്കിൻ്റെ ഒരു കേക്ക് ടിന്ന്, ഇപ്പോൾ ടിന്നെന്ന് പറയുന്നത്, അന്ന് നല്ല ഓടിൻ്റെ ഒരു മത്തങ്ങ ഷേപ്പിലൊരു പാത്രം, ഒരു മോൾഡ് ഉണ്ടാക്കി പറഞ്ഞ് ജയിച്ചാന്ന് തോന്നുന്നു. എന്നിട്ട് അതിൻ്റെ മുകളിലൊരു അടപ്പുണ്ട്, നല്ല ഹെവി ആയിരുന്നു. അപ്പോൾ താഴെയും മുകളിലും കനലിട്ടിട്ടാണ് ചുട്ടെടുത്തത്. എന്താ ടേസ്റ്റ് എന്നറിയോ ആ ഒരു കേക്കിന്. അങ്ങനത്തെ കേക്ക് ആ സമയത്തൊക്കെ നമുക്ക് ഉണ്ടാക്കി തരുമായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ കുറേ, പിന്നെ ഇഷ്ടം പോലെ ഗിഫ്റ്റ് കിട്ടുമായിരുന്നു ആ സമയത്ത്. അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഒരുപാട് ക്രിസ്മസ് കേക്കെല്ലാം. കാര്യം അച്ഛൻ കോളേജിൽ പിന്നെ ലോ അക്കാഡമിയായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും പഴയ സ്റ്റുഡൻസും ഒക്കെ കേക്ക്സൊക്കെ കൊണ്ടുകൊടുക്കും. അപ്പോൾ വീട്ടിൽ ഇഷ്ടംപോലെ കേക്കുകളുടെ ഒരു കൂമ്പാരമാണ്. അപ്പോൾ ക്രിസ്മസ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിലരൊക്കെ വൈൻസൊക്കെ കൊടുത്തേക്കും, വൈൻ ബോട്ടിൽ, ഹോം മെയ്ഡ്. അങ്ങനെ ഒരുപാട് നല്ല നല്ല മെമ്മറീസാണ് ക്രിസ്മസിനെ കുറിച്ച്. അപ്പോൾ ഞാൻ ആ ഓർമ്മകളിൽ നിന്നെല്ലാം
ക്രിസ്മസിനെ ഞാൻ റീക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ക്രിസ്മസ് സീരീസ് ഞാൻ നിങ്ങൾക്കായിട്ട് തുടങ്ങാൻ പോവുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം കേക്കാണ്. എങ്കിലും അതിനെക്കാട്ടിലും പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്, വൈൻ. അപ്പോൾ വൈൻ ഉണ്ടാക്കി തുടങ്ങാം അല്ലേ. വൈൻ എന്ന് പറയുമ്പോൾ പല ടൈപ്പ്, എന്തുകൊണ്ട് വേണമെങ്കിലും നമുക്ക് വൈൻ ഉണ്ടാക്കാം. ഇപ്പോൾ ഗ്രേപ്സ് ഒരു ടിപ്പിക്കലായിട്ടുള്ളൊരു പഴയ ട്രഡീഷണൽ ഗ്രേപ്സ് കൊണ്ടുള്ള വൈൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു പൈനാപ്പിൾ വൈൻ ഉണ്ടാക്കാം, ബീട്രൂട്ട് വൈൻ ഉണ്ടാക്കാം, ജാമ്പയ്ക്ക വൈൻ ഉണ്ടാക്കാം, എന്ത് വേണമെങ്കിലും പഴം കൊണ്ട് വൈൻ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ എന്താ പ്ലാനെന്നറിയാം, പഴം കൊണ്ട് വൈൻ ഉണ്ടാക്കാമെന്ന് വെച്ചു. കാര്യം എന്താ വെച്ചാൽ പഴം ഒന്ന് വിലക്കുറവാണ്, അപ്പോൾ എല്ലാവർക്കും അഫോർഡബിളാണ്, വാങ്ങി ചെയ്യാൻ പറ്റുന്ന കാര്യം. ഒരു 10 പാളയംകോടൻ പഴം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല 2 കുപ്പി വൈൻ ഉണ്ടാക്കാം. അപ്പോൾ അതല്ലേ നല്ലത്. അപ്പോൾ ഈസി ആയിട്ടുള്ള കാര്യം മാത്രമല്ല, ഈ സാധാരണഗതിയിൽ വൈൻ മേക്കിംഗ് എന്ന് പറയുമ്പോൾ കുറച്ചൊരു ഫെർമെൻറ്റേഷൻ പീരീഡൊക്കെ ഉണ്ട്, അതിൻ്റെ ഒരു പ്രോസസ്സിങ്. ഒരു 28 ദിവസം അല്ലെങ്കിൽ ഒരു 20 ദിവസം അല്ലെങ്കിൽ 22 ദിവസം ഇങ്ങനെയൊക്കെ പറയും. പക്ഷേ ഈ ഒരു വൈനിന് 10 ദിവസം മതി. അതാണ് ഞാൻ എളുപ്പം വിചാരിച്ചത്. അപ്പോൾ ആദ്യമേ തന്നെ വൈൻ ഉണ്ടാക്കാൻ തീരുമാനിച്ചതിൻ്റെ പ്രധാന കാര്യം എന്താ അറിയോ, പിന്നെ 10 ദിവസം മതിയല്ലോ. എങ്കിൽ പോലും നിങ്ങൾക്ക് നേരത്തെ തന്നെ എനിക്ക് വൈൻ മേക്കിംഗ് പറഞ്ഞു തന്നാൽ നിങ്ങൾ വീട്ടിൽ നേരത്തെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ക്രിസ്മസ് ആകുന്നതിന് ഒരുപാട് ദിവസം പോയി തന്നെ നിങ്ങൾക്ക് വൈൻ ഉണ്ടാക്കി സൂക്ഷിക്കാം. അതാണ് ഒരു കാര്യം. പിന്നെ ഇന്നിപ്പോൾ ഞാനിപ്പോൾ സുഖമായിട്ട് ഇങ്ങനെ റിലാക്സ് ചെയ്ത് നടക്കുന്നുണ്ട്. ടെറസിൽ ഇങ്ങനെ കാഴ്ചകളെല്ലാം കണ്ട് നടക്കുന്നുണ്ട്. ഇന്നൊരു മഴക്കോളാണ്, വൈകുന്നേരമാണ്, ഇപ്പോൾ സമയം 5:30. പക്ഷേ നല്ല മഴക്കോളുണ്ട്, കാർമേഘങ്ങൾ ഉരുണ്ട് കൂടുന്നു, ചെറുതായിട്ട് ഡ്രിസിൽ ചെയ്യുന്നുണ്ട്. എങ്കിലും ഒരു ഓപ്പൺ എയർ കുക്കിങ്ങിലേക്ക് ഞാൻ പോകാമെന്ന് വിചാരിച്ചു. ഓപ്പൺ എയർ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഫുൾ കുക്കിംഗ് ഇവിടെ അല്ല, എങ്കിലും വൈൻ മേക്കിങ്ങിൻ്റെ ആ ഇനിഷ്യൽ സ്റ്റേജിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ചെയ്താലോ, നല്ലൊരു തുറന്ന സ്ഥലത്ത് ഒരു ചേഞ്ച്. എനിക്കെന്തോ അങ്ങനെ ഒരു മൂഡ്. പിന്നെ റോസിയെ ഞാനിന്ന് ഇങ്ങോട്ട് കയറ്റിയിട്ടില്ല കേട്ടോ. കാര്യം എന്താ വെച്ചാൽ അവിടുത്തെ ആ ചെറിയ ഗേറ്റ് അടച്ചിരിക്കുക. ഇവിടെ എല്ലാം നല്ല തൂത്ത് വൃത്തിയാക്കി ഇട്ടിരിക്കുവാണ്, ക്ലീൻ ചെയ്ത്. അവൾ വന്നു കഴിഞ്ഞാൽ എൻ്റെ മണ്ടയിലെ കൂടെ എല്ലാം ചാടി ഇവിടെ ഭയങ്കര ഇഷ്യൂ ആവും. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഈ കുക്കിങ്ങിൻ്റെ പ്രോസസ്സിങ് അല്ലേ, അപ്പോൾ ഒരു ഫസ്റ്റ് പാർട്ട് നമുക്ക് ഇവിടെ വെച്ച് തന്നെ ചെയ്യാം. എന്നിട്ട് ബാക്കി കാര്യം മഴ വരുന്നതിന് മുമ്പ് ചെയ്ത് തീർക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, വിൽ സ്റ്റാർട്ട് ഓഫ്. അപ്പോൾ ആദ്യമായിട്ട് വേണ്ട എന്താണ്, വൈൻ മേക്കിങ്ങിന് പ്രധാനമായിട്ട് വേണ്ടത് സ്റ്റീൽ പാത്രത്തിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കോ അങ്ങനത്തെ ഒന്നിലും വെക്കാൻ പാടില്ല. ഇതുപോലെയുള്ള എന്താ പറയുക, ഭരണി ആണ് ഏറ്റവും ബെസ്റ്റ്, അല്ലെങ്കിൽ നല്ല ചില്ല് പാത്രങ്ങൾ, ഇതിനൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഒരു തുണി വേണം അടയ്ക്കാനായിട്ട്. സാധാരണ എല്ലാവരും തുണി ഇങ്ങനെ മേളിൽ കൂടെ ഇങ്ങനെ ഇട്ട് കെട്ടിയാണ് വെക്കുന്നത്. പക്ഷേ ഞാനാണെങ്കിൽ ഇങ്ങനെ തുണി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അടയ്ക്കും, അപ്പോൾ സേഫാണ്. പിന്നെ ഇതിന് പ്രധാനമായിട്ട് തിളപ്പിച്ചാറിയ വെള്ളം വേണം. അതായത് തിളപ്പിച്ചിട്ട് നന്നായിട്ട് തണുത്ത വെള്ളം, ഒരു 2 ബോട്ടിൽ, അതായത് നമ്മളൊരു 1/2 ലിറ്ററിൻ്റെ ബോട്ടിലിൻ്റെ അളവെടുക്കുകയാണെങ്കിൽ 1 ലിറ്റർ വെള്ളം, 2 ബോട്ടിൽ, നമ്മളിപ്പോൾ ബിസ്ലറിയുടെയൊക്കെ ബോട്ടിലില്ലേ അതിൻ്റെ 2 ബോട്ടിൽ നിറച്ച് വെള്ളം തിളപ്പിച്ച് തണുപ്പിച്ചെടുത്ത് അത് ഇവിടെ കലത്തിൽ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഈസ്റ്റ് വേണം, പഞ്ചസാര, ഇതാണ് പ്രധാനമായിട്ട് വേണ്ടത്. അപ്പോൾ 10 നല്ല പാളയംകോടൻ പഴം, ഈ സൈസാണെങ്കിൽ 10 എണ്ണം മതിയാകും. ഇതിനെക്കാട്ടി ചെറുതാണെങ്കിൽ ഒരു 15 എണ്ണമെങ്കിലും ആകാം. പക്ഷേ നല്ലതായിട്ട് പഴുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ എന്ത് ചെയ്യണം, അപ്പോൾ കുറച്ച് പഴമൊക്കെ ഒന്ന് കട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ പഴത്തിന് കട്ട് ചെയ്യാനുള്ള കട്ടിംഗ് ബോർഡും എടുത്തില്ല, അതെടുത്ത് വെക്കാനുള്ള പാത്രം എടുത്തിട്ട് വരാം. അങ്ങനെ കട്ടിംഗ് ബോർഡും പാത്രമൊക്കെ ആയിട്ട് ഞാൻ വന്നു. കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അതൊരു കാര്യം എന്ന് പറഞ്ഞാലേ, യെസ്, ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണ വൈൻ. അപ്പോൾ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എൻ്റെ കയ്യിൽ സ്റ്റോക്കുണ്ട്. ദേ നോക്കൂ എത്ര ഭംഗിയായിരിക്കണമെന്ന്, നല്ല ക്ലിയർ ഗോൾഡൻ കളറിലെ വൈൻ. ഇതെന്താ ടേസ്റ്റ് എന്നറിയോ, ഗംഭീര ടേസ്റ്റാണ്. ദിസ് ഈസ് ദ വൈൻ വി ആർ ഗോയിങ് ടു മേക്ക്. ഇതാണ് നമ്മുടെ വൈൻ. ഇന്ന് നമുക്ക് വൈൻ ഉണ്ടാക്കി തുടങ്ങിയാലോ. അപ്പോൾ ഞാനൊന്ന് ഇരിക്കാൻ പോവാണേ. 10 പാളയംകോടൻ പഴം, നല്ല പഴുത്തത്, വെറുതെ കട്ട് ചെയ്താൽ മതി. ഇതിങ്ങനെ അരച്ച് ചേർക്കുകയോ അങ്ങനെയൊന്നും വേണ്ട കേട്ടോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് കട്ടിങ്, സാധാരണ നമ്മൾ കട്ട് ചെയ്യുന്ന പോലെ. ഇച്ചിരി പഴുത്തതായതുകൊണ്ട് ഇങ്ങനെ കളറ് ഒക്കെ ചെറിയ വ്യത്യാസം ഉണ്ടാവും. അതെല്ലാം നല്ലത് തന്നെയാണ്. നമുക്ക് ഇങ്ങനത്തെ പഴമാണ് വേണ്ടത്. എന്നിട്ട് സാധാരണ പോലെ ഇങ്ങനെ റൗണ്ടായിട്ട് മുറിക്കാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ ഓരോന്നിനെയും ഇങ്ങനെ 2ആയിട്ട് വേണമെങ്കിലും ആക്കാം. ഓക്കെ, എത്രയായാലും കുഴപ്പമില്ല. ഇതിൽ കൂടുതൽ വേണമെന്നില്ല. ഫൈനലി ചോപ്റ്റൊന്നും ആക്കണ്ട. പിന്നെ ചിലരൊക്കെ ചതച്ചൊക്കെ ചേർക്കാമെന്നൊക്കെ പറയും, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. നമ്മളിപ്പോൾ 10 days വൈനല്ലേ ഉണ്ടാക്കണം. അപ്പോൾ നല്ല ക്ലിയർ വൈനായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ തന്നെ ചെയ്യാം. എൻ്റെ പഴയ കത്തി. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ച് തുടങ്ങി വീണ്ടും. മാഞ്ചസ്റ്ററിൽ പോയപ്പോൾ ഇതിനെയൊക്കെ മറന്നിരിക്കുമായിരുന്നു, പാവം. അവിടെ ഷെഫ് നൈഫൊക്കെ അല്ലേ ഉപയോഗിച്ചുകൊണ്ട്. അവസാനം നമ്മളുടെ ഈ കത്തിയല്ലേ ഏറ്റവും നല്ലത്, എന്തു പറഞ്ഞാലും. മഴ വരാൻ പോണം, അതിന് മുമ്പ് എനിക്ക് വൈനിട്ട് തീർക്കണം, അല്ലെങ്കിൽ ഞാൻ അകത്തേക്ക് ഓടേണ്ടി വരും. ഒരു ബ്രേക്ക് എടുക്കാം അല്ലേ മഴ വരികയാണെങ്കിൽ, എന്നിട്ട് ഞാൻ രണ്ടാമത് വീണ്ടും വരാം.
ഇങ്ങനൊരു അറ്റ്മോസ്ഫിയറിലിരുന്ന് ജോലി ചെയ്യുന്നത് ഒരു സുഖമല്ലേ. നോക്കൂ, ആകാശമൊക്കെ ഇരുണ്ട് മൂടി ഡാർക്കായി ഒരു ഗ്രേ കളറ്. എനിക്കിങ്ങനെ ഇഷ്ടമാണ് ഈ ഒരു ക്ലൈമറ്റ്. മഴ വരുന്നതിന് മുന്നോടിയായിട്ടുള്ളൊരു ക്ലൈമറ്റ്. ദൈവമേ മഴ പെയ്യരുതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പെയ്യുന്ന പോലെ കാണിച്ചാൽ മതി, വരണ്ട കേട്ടോ മഴ ഉടനെ. ഞാനിതൊന്ന് തീർത്തോട്ടെ. അറ്റത്തെല്ലാം അഴുക്ക് പോലെയൊക്കെ ഉണ്ടെങ്കിൽ ഓവർ ടൈപ്പ് ആകുമ്പോൾ അറ്റമൊക്കെ ഒരുമാതിരി ഇരിക്കും. ആ ഭാഗമൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. മഴയത്തൊരു വൈൻ മേക്കിംഗ്, അതാണ് ക്യാപ്ഷൻ. ഓക്കെ, ഫിനിഷ്ഡ്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോവാണേ. കുറച്ച് തിരക്കായി. അപ്പോൾ ഇനി ഭരണി ഇങ്ങനെ തുറക്കുക, എന്നിട്ട് അതിനകത്തേക്ക്. അപ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട, ഒരു തുള്ളി വെള്ളം പോലും ഈ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പാത്രത്തിലും ഉണ്ടാകാൻ പാടില്ല. അതാണ് ഏറ്റവും പ്രധാനം. ഇനി നമ്മൾ പഞ്ചസാര ഇപ്പോൾ ഞാൻ 1 കിലോ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ എന്നിട്ട് അതിനകത്തേക്ക് പഴം കട്ട് ചെയ്ത് വെച്ച് പഴം ചേർക്കുന്നു. ഒരു കുറച്ച് പകുതി ചേർത്തു, പകുതി പഴം ചേർക്കും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും പഞ്ചസാര, എന്നിട്ട് വീണ്ടും നമ്മൾ പഴം. ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഒരു തുള്ളി വെള്ളം പോലും ഒന്നിലും ഉണ്ടാകാൻ പാടില്ല. നല്ല ഡ്രൈ ആയിരിക്കണം ഭരണിയെല്ലാം. ഭരണി പറ്റുമെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് വൈൻ ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ സ്ഥിരം അതിനു വേണ്ടി മാത്രം ഭരണി മാറ്റി വയ്ക്കുക. അല്ലാണ്ട് അച്ചാറൊന്നും ഇട്ട് വയ്ക്കുന്ന ഭരണിയൊന്നും ഉപയോഗിക്കരുത്. അപ്പോൾ കുറച്ച് ഷുഗറും കൂടി ചേർക്കണം. ഓക്കെ, ഇനി 1 കപ്പ് ഷുഗർ ഞാൻ മാറ്റി വെച്ചിട്ട്, അപ്പോൾ 1 കപ്പ് പഞ്ചസാര മാറ്റി വെച്ചിട്ട് ബാക്കി മുഴുവൻ ചേർത്തു. ഇനി ഞാൻ ഇതിൽ ചേർക്കാൻ പോകുന്നത് ഈസ്റ്റാണ്. അപ്പോൾ 1 ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർക്കാം. ഇത് എന്ത് ഈസ്റ്റാണെന്ന് മനസ്സിലായല്ലോ. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഉപയോഗിക്കുന്നത്. മറ്റേ സാധാരണ നാട്ടിൽ കിട്ടുന്ന ഈസ്റ്റാണെങ്കിലും കുഴപ്പമില്ല. ഗ്രാന്യൂൾസ് 1 ടീസ്പൂൺ ഇടുക. ഇനിയാണ് വെള്ളം. ഈ തിളപ്പിച്ചാറിയ വെള്ളം 1 ലിറ്റർ, അതായത് 2 ബിസ്ലറി ബോട്ടിൽ നിറച്ച് എന്ന് പറയാം. ഇത് തിളപ്പിച്ച വെള്ളമാണ് 1 ലിറ്റർ. അതും കൂടി ചേർക്കാം. അപ്പോൾ ഈ ഒരു ഭരണിയുടെ ഏതാണ്ട് ഒരു 1/4 ഭാഗം എന്ന് പറയാൻ പറ്റില്ല, ഏകദേശം ഒരു 3/4 ഇത്രയും. കാര്യം കുറച്ചിങ്ങനെ ഫെർമെൻറ്റേഷനൊക്കെ വരുമ്പോൾ അത് ഇച്ചിരി മുകളിലേക്കൊക്കെ ഇങ്ങനെ പതഞ്ഞാലും വെളിയിലേക്ക് പോകാത്ത രീതി. ഇതങ്ങനെ ഒരുപാട് ഓവറായിട്ട് പതയൊന്നുമില്ല, പേടിക്കണ്ട. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. ഓക്കെ, മതി. ഇനി എന്താ ചെയ്യണേ, ഇനി ഞാൻ തുണി വെച്ചിട്ട്, ഞാനിങ്ങനെ ചെയ്യുന്നത്, തുണി ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ അടപ്പ് വയ്ക്കും. അപ്പോൾ ഓക്കെയാണ്, സീൽഡാണ്. അപ്പോൾ എയർ ടൈറ്റ് ആയിട്ട് സീൽ ചെയ്ത്. പ്രോസസ്സ് കണ്ടല്ലോ, സിമ്പിളാണ്, മനസ്സിലായില്ലേ? ഒന്നുമില്ല, സിമ്പിൾ പ്രോഗ്രാം. പിന്നെന്താ, ഇതിനി 10 ദിവസം, പിന്നെ എല്ലാ ദിവസവും ഇളക്കേണ്ട. 1-2 ദിവസം ഇതുപോലൊരു തവി, ഉണങ്ങിയ തവി കൊണ്ട് ഇളക്കുക. നന്നായിട്ടൊരു 5 മിനിറ്റ് ഇളക്കിയിട്ട് വീണ്ടും ഇതുപോലെ അടച്ചു വയ്ക്കുക. സിമ്പിൾ, അത്രയേ ഉള്ളൂ. അത്രയും എളുപ്പമാണ്. അപ്പോൾ പഞ്ചസാര ഞാൻ 1 കപ്പ് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ലാസ്റ്റ്, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. 10 ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കി പ്രോസസ്സ് പറഞ്ഞുതരാം. പക്ഷേ ഇപ്പോൾ 10 ദിവസം വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ലല്ലോ നമുക്ക്. അതുകൊണ്ട് ഞാനിതിൻ്റെ 10 ദിവസം മുന്നേ ഞാൻ ചെയ്ത് വെച്ച ഭരണി എടുത്തിട്ട് വന്നിട്ട് ബാക്കി അതിൻ്റെ പ്രോസസ്സ് കാണിച്ചു തരാം. ദേ മഴ ചാറാൻ തുടങ്ങുന്നു, എൻ്റെ ദേഹത്തൊക്കെ വെള്ളം വീഴുന്നു, എൻ്റെ ദൈവമേ. അപ്പോൾ ഞാൻ എൻ്റെ ഭരണിയും കൊണ്ട് അകത്തേക്ക് പോകുന്നു. ഈ മഴ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരാം. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് കണ്ടല്ലോ അല്ലേ. നമ്മൾ ഭരണി സാധാരണ ചില ആൾക്കാരാണെങ്കിൽ ഭരണി ഇങ്ങനെ മൂടിക്കെട്ടും തുണി വെച്ചിട്ട്. ഞാൻ പക്ഷേ ഇങ്ങനെയാണ് ചെയ്തത്. അതായത് ഇതിനകത്തേക്ക് തുണി ഇങ്ങനെ വെച്ചിട്ട്, നേരത്തെ കാണിച്ചു തന്നില്ല, അതുപോലെ ഇങ്ങനെ വയ്ക്കുക. അപ്പോൾ എന്തായാലും അതിനകത്ത് ഈച്ചയൊന്നും കയറത്തില്ല, നല്ലതായിട്ട് ടൈറ്റായിട്ടിരിക്കുക. അപ്പോൾ അത് മാറ്റിയിട്ട് നോക്കിക്കോളൂ. ഇത് 1-2 ദിവസം ഞാൻ ഇളക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഫെർമെൻറ്റഡായി, നമ്മുടെ വൈനിൻ്റെ ഫോമിലായി. ഇനി ഇതിനകത്തുനിന്ന് ഇനി സാധാരണ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് പതുക്കെ സാവധാനം നമ്മൾ ഇതിനകത്തുനിന്ന് എല്ലാ കാര്യങ്ങളും ഒരുപാടിട്ട് കലക്കാണ്ട് ആദ്യം എടുത്ത് മാറ്റാൻ നോക്കുകയാണ് ഞാൻ. ഈ അവസ്ഥയിലായി, നല്ലതായിട്ട് മാഷായി. പഴത്തിനും നന്നായിട്ട് നമ്മൾ ഉടച്ചൊന്നുമില്ല, വേണമെങ്കിൽ ഉടച്ച് വേണമെങ്കിലും ഇടാം. ദിവസവും ഇളക്കുന്ന സമയത്ത് 1-2 ഇളക്കുമല്ലോ, ആ സമയത്ത് നമ്മൾ തടി കൊണ്ട് വീണ്ടും ഒന്ന് മാഷ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ പ്ലാസ്റ്റിക് പാത്രങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. ഓക്കെ, ഇതിനകത്ത് ഒരു തുണി ഇട്ടിട്ട് നല്ല മണം, വൈനിൻ്റെ മണം, ഒരു ലഹരി മണം. 500 ml 2 ബോട്ടിൽ വെള്ളം, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്.
നമ്മളിങ്ങനെ പിഴിഞ്ഞെടുക്കാം. അപ്പോൾ നല്ല തെളിഞ്ഞ് നല്ല മണം കേട്ടോ വൈനിൻ്റെ. അയ്യടാ, എൻ്റെ വലിയ അരിപ്പ കാണാനില്ല. അതാ ഇപ്പോൾ ചെറിയ അരിപ്പയിൽ എടുത്തോണ്ടിരിക്കുന്നു. ഇതിനെക്കാട്ടിലും വലിയൊരു അരിപ്പ ഉണ്ടായിരുന്നു. ഞാൻ വൈകുന്നേരം തുടങ്ങിയതാണ്, പക്ഷെ പെട്ടെന്ന് നേരെ ഇരുട്ടിയതുപോലെയായി. ഒരു മഴക്കോളുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ലൈറ്റ് കുറഞ്ഞു. ഇങ്ങനെ കംപ്ലീറ്റ് നമ്മളിത് അതിനകത്തുള്ള വൈനെടുത്ത് മാറ്റുന്നു. തീരുന്നില്ല കേട്ടോ വൈനിൻ്റെ പ്രോസസ്സ്. ഇനി ഇതിൻ്റെ ബാക്കി പ്രോസസ്സ് നമ്മുടെ കിച്ചൻ്റെ അകത്തായിരിക്കും ഞാൻ കാണിച്ചു തരാൻ പോണം. കാര്യം ഇനി അടുപ്പ് കത്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം അങ്ങനെ. അനുമോൾ ഇവിടെ ഉണ്ട് കേട്ടോ താഴെ. അനുമോൾ അറിഞ്ഞിട്ടില്ല, ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കയറി വരാമെന്ന് പറഞ്ഞു. നമ്മൾ എത്രയായി പ്രോഗ്രസ് അറിഞ്ഞിട്ടില്ല. ഞാൻ എന്തായാലും ഇന്ന് വൈൻ മേക്കിംഗ് ഉണ്ട്, മേളിൽ അതിൻ്റെ പ്രോസസ്സ് എടുക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരും ചിലപ്പോൾ മോള്. നിങ്ങളെല്ലാം അനുമോളെ കാണാൻ നോക്കിയിരിക്കുമല്ലേ. അപ്പോൾ അടിഭാഗത്ത് വരുമ്പോൾ ഒരു മട്ടി പോലെ കുറച്ചിങ്ങനെ എന്താ പറയുക, ക്ലൗഡി ആയിട്ട് കുറച്ച് കളർ ക്ലിയർ അല്ലാത്ത ഭാഗമുണ്ട്. അത് എടുക്കണം എന്നില്ല, ലാസ്റ്റ് പാർട്ട്. അപ്പോൾ നാളെ സൂക്ഷിച്ചെടുത്താൽ മതി. മുകളിൽ നിന്ന് ഇങ്ങനെ ഊറ്റിയെടുക്കുക. അപ്പോൾ കുറച്ചുകൂടി നല്ല തെളിഞ്ഞ രീതിയിൽ തന്നെ നമ്മുടെ വൈൻ കിട്ടും. ഹലോ അനുമോളെ, ഞാൻ പറഞ്ഞില്ലേ അനുമോളെ ഏത് സമയത്ത് വേണമെങ്കിലും വരാതെ. അനുമോളെ നോക്കിയിരിക്കുകയാണ്. ഒരുപാട് പേര് അനുമോളെ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് അനുമോളെത്തി. അനുമോളിന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് വന്നതാണ്. അനുമോളിപ്പോൾ ഹോസ്റ്റലിലാണ്, അതുകൊണ്ട് എനിക്ക് തന്നെ കാണാൻ കിട്ടുന്നില്ല. അപ്പോൾ ഈ സാറ്റർഡേ സൺഡേ മാത്രമേ വരുള്ളൂ. എന്തായാലും സന്തോഷം. അപ്പോൾ നമ്മുടെ വൈനിൻ്റെ ഒരു ലാസ്റ്റ് ഭാഗം എത്തിക്കഴിഞ്ഞു. ഓക്കെ, പ്രോസസ്സിങ് നമ്മൾ പിഴിഞ്ഞെടുത്ത പാത്രത്തിലാക്കി. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിത് അകത്തേക്ക് കൊണ്ടുപോകാം. ഓക്കെ, ഇനി നമ്മൾ ബാക്കി ഭാഗമെല്ലാം കിച്ചൻ്റെ അകത്ത്. ഓക്കെ, സൂക്ഷിച്ച്. ഓക്കെ, അങ്ങനെ അനുമോളാണ് നമ്മളുടെ വൈൻ അകത്തേക്ക് കൊണ്ടുവന്നത്. എങ്ങനെയുണ്ട് വൈൻ? പക്ഷേ ഈ വൈൻ എന്ന് പറയുമ്പോൾ ഇതിനിപ്പോൾ അത്ര ഒരു കളറില്ലല്ലോ അല്ലേ? എന്താ ഈ കളർ കുറഞ്ഞിരിക്കുന്ന കാര്യം? അത് പഴത്തിൻ്റെ വൈനാണ്, അതുകൊണ്ടൊരു നാച്ചുറൽ കളർ കുറവാണ്. ഇപ്പോൾ ഗ്രേപ്സോ അല്ലെങ്കിൽ ബീട്രൂട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നല്ലൊരു റെഡിഷ് കളർ പെട്ടെന്ന് വരും. പക്ഷേ ഇത് കുറച്ചൊരു ഡിഫറെൻ്റ് ഒരു കളറാണ്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലൊരു കാര്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതാണ് ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഓ, ഇതാര് വരുന്നു? കുറേ നാളായില്ലേ വിഷ്ണു കണ്ട്. വിഷ്ണു മോൻ വന്നു. അപ്പോൾ രണ്ടുപേരുമായി കറക്റ്റ്. ഇനി വൈനെന്ന് പറഞ്ഞിട്ട് നമ്മളിനി വൈൻ ടേസ്റ്റിംഗ് ഒക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് നേരം, അപ്പോൾ 3/4 കിലോ പഞ്ചസാരയാണ് നമ്മൾ ആദ്യം വൈൻ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്തത്. ഇനി ഞാൻ ഒരു കപ്പ്, ഏതാണ്ട് ഒരു 250 grams ഓഫ് ഷുഗർ, അല്ലെങ്കിൽ ഒരു കപ്പെന്ന് പറയാം, ഒരു കപ്പ് പഞ്ചസാര അലിയിച്ച് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു കപ്പ് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം, അപ്പോൾ വെള്ളവും തിളപ്പിക്കാനായിട്ട് വെക്കാം. ഞാൻ ഒരു കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് രണ്ടും. അപ്പോൾ പഞ്ചസാര അലിക്കുന്ന സമയത്ത് നമ്മൾ തവി കൊണ്ടൊന്നും ഇളക്കാൻ പാടില്ല. പാത്രം ഒന്ന് ഇങ്ങനെ ആക്കിയാൽ മതി. അത് കഴിഞ്ഞിട്ട് നല്ല അലിഞ്ഞ് കഴിഞ്ഞിട്ട് തടി കൊണ്ട് നമുക്ക് ഇളക്കാം. ഇങ്ങനെയല്ലേ വൈൻ ഉണ്ടാക്കുന്നത്. ഇതൊക്കെ ഹോം മെയ്ഡ് വൈൻസാണ്. അപ്പോൾ ഇതൊക്കെ സ്വീറ്റ് വൈൻസാണ് ശരിക്കും പറഞ്ഞാൽ. മറ്റേ ശരിക്കും നമ്മളല്ലാണ്ട് ഉള്ള വൈൻസ് ഇങ്ങനെയല്ല, അതിന് വേറൊരു പ്രോസസ്സാണ്. എന്തായാലും വൈൻസ് എന്ന് പറഞ്ഞാൽ എത്ര അതിൻ്റെ ഫെർമെൻറ്റേഷൻ ടൈം 1 മാസം 28 ദിവസം ഒരു അളവൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ പെട്ടെന്നുള്ള വൈൻ 10 days. എങ്ങനെയുണ്ട് ഐഡിയ? സൂപ്പർ ഐഡിയ. അപ്പോൾ അതിനൊരു ഗോൾഡൻ കളർ കൊടുക്കാനാണ് നമ്മളിപ്പോൾ ഈ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതും കൂടെ വരുമ്പോഴേ കറക്റ്റ് ആ ഒരു കളറും ഇതൊക്കെ വരുള്ളൂ. അപ്പോൾ പഞ്ചസാര ഇങ്ങനെ ഒരു കാരമലൈസ് ചെയ്ത് ഒരു ഷുഗർ സിറപ്പാക്കിയിട്ട് നമ്മൾ ചേർക്കും, കാരമൽ സിറപ്പുമായിട്ട്. അതാണ് സംഭവം. ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. വൈൻ ഗ്ലാസ് 3 എണ്ണം, ഞങ്ങൾ 3 പേരും, അനു, വിഷ്ണു, ലക്ഷ്മി. അപ്പോൾ ഒരു ചോദ്യം വരും, ക്യാമറാമാന് കൊടുക്കുന്നില്ലേ? ക്യാമറാമാൻ ഇങ്ങനെ എല്ലാം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ക്യാമറാമാനും വൈൻ ടേസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് ഇന്നത്തെ പരിപാടി അജണ്ട. അപ്പോൾ എന്തായാലും ഒരു കണ്ണ് വേണം പഞ്ചസാരയിൽ. പഞ്ചസാര അലിയട്ടെ, അലിഞ്ഞ് നന്നായിട്ട് അലിഞ്ഞൊരു ഗോൾഡൻ കളറാകുമ്പോൾ നമ്മൾ പഞ്ചസാര തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ഡാമേജ് കുറവായിരിക്കും. അതായത് ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊട്ടിത്തെറിക്കും ബഹളമൊക്കെ കുറച്ചുകൂടെ കുറഞ്ഞിരിക്കും. എന്തായാലും ഉണ്ടാകും, ഒരു ആവിയും ബഹളമൊക്കെ ഉണ്ടാവും. എങ്കിലും ഹോട്ട് വാട്ടറാണ് നല്ല ട്രീറ്റ്മെൻറ്റ്. വിഷ്ണു വളരെ സീരിയസ് ആയിട്ട് വൈൻ, ഇനിയിപ്പോൾ ഞാനില്ലെങ്കിലും വിഷ്ണു വൈൻ ഉണ്ടാക്കിക്കോളും. കാര്യങ്ങൾ ഇത് എളുപ്പമുള്ള വൈനാണ്, ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം, ഏതൊരു കൊച്ചു കുട്ടിക്കും ഉണ്ടാക്കാം. ഒരുപാട് ദിവസം ഒന്നും വെയിറ്റ് ചെയ്യേണ്ട, 10 ദിവസം വെയിറ്റ് ചെയ്താൽ മതി. 1-2 ദിവസം ഇളക്കി കൊടുത്താൽ മതി, ധാരാളം. ഓക്കെ, വെള്ളം ചെറിയ തീയിൽ കിടക്കട്ടെ. ഇത് കുട്ടിയിടാം. ഓക്കെ, അലിഞ്ഞ് തുടങ്ങുന്നേ ഉള്ളൂ ചെറുതായിട്ട്.
ഈ പാത്രം നല്ല കട്ടിയുള്ള പാത്രമായതുകൊണ്ട് പാത്രം ചൂടാകാൻ ഇച്ചിരി സമയം എടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഫാസ്റ്റാണ്. ദേ മൂവ് ചെയ്ത് തുടങ്ങി. അലിയുന്നതിനനുസരിച്ച് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് നോക്കും. സോ നൈസ്. അപ്പോൾ ഇപ്പോൾ ശരിക്കും എന്താ നോക്കൂ കളർ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ. ഇനി ഇതിൽ കൂടുതൽ കരിഞ്ഞാൽ കരിഞ്ഞു പോവും. ഒരുപാട് കരിഞ്ഞു പോകാൻ പാടില്ല, കറക്റ്റ് കളർ. അപ്പോൾ ചൂടുവെള്ളം ഒഴിക്കാം. നമ്മൾ ഹോട്ട് വാട്ടർ ഇപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ ചൂടായിക്കൊണ്ട് ഇത് ഭയങ്കരമായിട്ട് തെറിക്കും. ഇത് ചൂടുവെള്ളം ആയതുകൊണ്ടാണ് ഇത്ര കുറച്ചേ തെറിച്ചോളൂ. ഓക്കെ, ഇനി ഇത് നല്ലതായിട്ടൊന്ന് തിളയ്ക്കണം. അപ്പോൾ നമ്മുടെ കാരമൽ സിറപ്പ് റെഡിയാണ്. കണ്ടല്ലോ, ദേ അപ്പോൾ നന്നായിട്ട് തിളച്ചു. അപ്പോൾ നല്ലതായിട്ട് ഭയങ്കരമായിട്ട്. പക്ഷേ ചൂടുവെള്ളം ഒഴിക്കാൻ നല്ല തിളച്ചുകൊണ്ട് ബോയിലിംഗ് വാട്ടർ ഒഴിക്കുന്നതാണ് നല്ലത്, നല്ല തിളച്ച വെള്ളം. ഇതെന്ന് വെച്ചാൽ രണ്ടിൻ്റെയും ചൂട് ഒരുപോലെ ആണെങ്കിൽ ഭയങ്കര സ്പ്ലട്ടറിങ് ഒഴിവാക്കാം. പച്ചവെള്ളം എടുത്ത് ഒഴിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല അവസ്ഥ. മാത്രമല്ല ഒഴിക്കുമ്പോൾ തന്നെ ആ ഷുഗർ കാരമലൈസ്ഡ് ഇങ്ങനെ പെട്ടെന്ന് കട്ടിയാകും, ആ കാരമൽഡ് പഞ്ചസാര അങ്ങനെ ഇരിക്കുകയല്ല. അപ്പോൾ ഇതിങ്ങനെ പെട്ടെന്ന് തണുത്ത വെള്ളം ഒഴിക്കുമ്പോൾ അതിങ്ങനെ ഹാർഡാകും. പിന്നെയാണ് അത് വെള്ളത്തിൽ കടന്ന് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ തിളപ്പിക്കുമ്പോൾ അത് അലിഞ്ഞ് വരുന്നത്. ഇതാണെങ്കിൽ ആ രീതിയിൽ കട്ടി പിടിക്കില്ല, ഇതിൻ്റെ കൂടെ പെട്ടെന്ന് തന്നെ യോജിച്ച് കിട്ടും. കറക്റ്റ്. വിഷ്ണു വലിയ പാചക പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുവാണ്. എന്തിനാണ്? ഓക്കെ, അപ്പോൾ ഇത് ഏതാണ്ടായി. ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ ഭയങ്കരമായിട്ട് നമ്മൾ കുറുക്കിയെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ രീതിയിലൊരു 5 മിനിറ്റ് തിളപ്പിച്ചിട്ട് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് സമ്മതിക്കാം. ആ ഒരു തണുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ വൈനിൻ്റെ കൂടെ മിക്സ് ചെയ്യും. ഓക്കെ, അത് മതി. ഇനി കുറച്ച് തണുക്കട്ടെ. തണുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഷുഗർ കാരമലൈസ്ഡ് ഷുഗർ സിറപ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് കൊഴുത്താൽ മതി. അങ്ങനെ ഭയങ്കരമായിട്ട് തിക്കാവണ്ട. കളറ് ചേഞ്ച് ചെയ്യണം. പിന്നെ അതിന് മധുരം 750 ഗ്രാമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അത് അത്ര മധുരമില്ല. ഇതും കൂടി ഇടുമ്പോൾ കറക്റ്റായിട്ട് മധുരം ബാലൻസ് ചെയ്യും. പിന്നെ ഇത്രയും മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ അതിലിടുന്ന പഞ്ചസാരയുടെ അളവ് 500 ഗ്രാം ആക്കിയാൽ വിഷ്ണു ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കും. ഇങ്ങനെയൊക്കെ എടുത്ത് കാണിച്ച് ഇവിടെ എല്ലാം ആവും. വേണ്ട, സഹായിക്കണം. ഇത്ര സഹായം മതി. അപ്പോഴത്തെ കാരമൽ സിറപ്പ് ഇവിടെ തണുത്തു പാകത്തിന്. ഇനിയാണ് നമ്മളിത് വൈനിലേക്ക് മിക്സ് ചെയ്യുന്നത്. വിഷ്ണു കണ്ടല്ലോ, അപ്പോൾ അനുവിൻ്റെ അല്ല ഇപ്പോൾ വിഷ്ണുവിനാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വൈൻ മേക്കിംഗ്. ഇതേ നോക്കിക്കോളൂ. അപ്പോൾ ഇതിപ്പോൾ ഈ കളറാണല്ലോ. ഇനി നമ്മൾ ഒരു കളറെല്ലാം മാറി ഒരു വൈൻ കളറായിട്ട് വരും. ഇനി ഇത് ഒരിക്കൽ കൂടി അരിച്ചിട്ടാണ് നമ്മൾ ബോട്ടിൽ ചെയ്യുന്നത്. ഇനി ആ തുണിയിലൂടെ ആ തുണി തന്നെ വേണമെന്നില്ല, അല്ലാത്ത അരിപ്പിലായാലും മതി. അരിച്ചിട്ട് ബോട്ടിൽസിൽ നിറച്ച് വയ്ക്കാം. എങ്ങനെ ഉണ്ടാവും? ചെയ്താലോ? അപ്പോൾ ഇനി എന്താ വേണ്ടത്? അപ്പോൾ ഈ കാര്യം കഴിഞ്ഞു. ഇനി 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കുപ്പി, നല്ല വൃത്തിയുള്ള കുപ്പി, ഒട്ടും വെള്ളമില്ലാത്ത കുപ്പി, അങ്ങനത്തെ കുപ്പിയിൽ വേണം ഒഴിച്ച് സൂക്ഷിക്കാൻ. അപ്പോൾ ഞാനൊരു ഈ എണ്ണയൊക്കെ നമ്മൾ ഒഴിക്കില്ലേ വെച്ചൂറ്റ് പോലെ, ആ ഒരു സാധനം, അതിങ്ങനെ ഫണൽ ടൈപ്പ് ഒരു സാധനം, അത് വെച്ചിട്ട് അതിനകത്തേക്ക് ഞാൻ ഇതിൻ്റെ പാത്രങ്ങളിലേക്ക് എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. വിഷ്ണുവിനും ഇങ്ങനെ ആകാംക്ഷയായിട്ട് നോക്കിക്കൊണ്ടേ. കഴിഞ്ഞിട്ടില്ല. അയ്യോ, പിന്നെ വേറെ പ്രധാന കാര്യം, നമ്മൾ ഒരുപാട് ബ്രിം വരെ നിറയ്ക്കാൻ പാടില്ല. ഒരല്പം ഗ്യാപ്പ് കൊടുക്കാം, അല്പം. ഓക്കെ, കാര്യം വൈൻ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഇരിക്കുന്നതോറും അതിൻ്റെ വീര്യം പിന്നെയും കൂടിക്കൊണ്ടിരിക്കുകയില്ല. അപ്പോൾ ഇത് ചിലപ്പോൾ ബ്ലാസ്റ്റ്. ഇതിപ്പോൾ ശരിക്കും ടൊമാറ്റോ സോസ് വന്ന കുപ്പിയാണ്. നല്ല ഭംഗിയുള്ള കുപ്പികൾ, സ്ക്വാഷോ ടൊമാറ്റോ സോസോ ഏതാണെങ്കിലും കുഴപ്പമില്ല. നന്നായിട്ട് കഴുകി ഉണക്കി വൃത്തിയാക്കിയ കുപ്പി. പിന്നെ ഒരുപാട് ടൈറ്റായിട്ട് അടയ്ക്കേണ്ട, ഒരു ലൈറ്റായിട്ട് ലൂസായിട്ട് ഇങ്ങനെ അടച്ചാൽ മതി. അത് നല്ല കുഴപ്പമില്ല. അല്ലെങ്കിൽ ഒരു കോർക്ക് വെച്ച്, പക്ഷേ എന്തായാലും ഒരു അല്പം ഗ്യാപ്പ് ഇട്ട് വേണം വയ്ക്കാൻ. പിന്നെ ഇത് ഇരിക്കുന്നതോറും ഇത് കുറച്ചുകൂടെ ക്ലിയറായി വരും. കുറച്ചുകൂടി ഒരു ഗോൾഡൻ കളറായിട്ട് നല്ല തെളിഞ്ഞ് വരും. ഇതും അത്യാവശ്യം തെളിഞ്ഞ് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഇനി രണ്ടുപേരും ഇങ്ങനെ ആകാംക്ഷാഭരിതരായിട്ട് നിൽക്കുന്ന ആളുകളെ അറ്റൻഡ് ചെയ്യണം. അതാണ് വേണ്ടത്. അപ്പോൾ എന്താ വേണ്ടത്? കുപ്പിയിൽ നിന്ന് തന്നെ എടുത്ത് കൊടുക്കാം, അല്ലേ? നല്ലൊരു ലുക്കുള്ളൂ.
ഓക്കെ, ആദ്യം വിഷ്ണുവിനൊരു വൈൻ. അനുവിന് ഓക്കെ. ഇത് വേറെ ഒന്നുമില്ല കേട്ടോ, ഇതിൽ ആൽക്കഹോൾ കണ്ടൻറ്റോ അങ്ങനെ ഒരു കാര്യമില്ലല്ലോ. പക്ഷേ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വൈൻസ് ഉണ്ടാക്കിയിട്ട് അതിലേക്കൊരല്പം ഒരു എന്താ പറയുക, ഒരു ഔൺസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇതുപോലെയൊക്കെ ഇത്രയും ഒക്കെ വേണമെങ്കിൽ ബ്രാൻഡിയോ വിസ്കിയോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിലും ചേർക്കാം, അങ്ങനെ കഴിക്കുന്ന ആൾക്കാർക്ക്. അപ്പോൾ അത് കുറച്ചുകൂടി ഇതൊന്നും ഇല്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. ഇതാർക്കാണ്? ഇതെനിക്ക്. ഞാനൊരല്പം ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ഇറ്റ്. യെസ്, ഓക്കെ. ഏയ് കുഴപ്പമില്ല, ക്രിസ്മസിന് വേണ്ടിയിട്ട്. വെരി സ്ട്രോങ്. നല്ല എന്താ പറയുക, ഒരു ചെറിയൊരു പുളിയും ഒരു മധുരവും പിന്നെ ഒരു പഞ്ച് ഉണ്ട്. ഓ, അതിൻ്റെ ടേസ്റ്റ് കൂടിയതുകൊണ്ടാണ് ഒരു ഗ്ലാസ്സിനും കൂടെ വന്നിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ക്രിസ്മസ് നമ്മളിപ്പോഴേ ആഘോഷിച്ച് തുടങ്ങിയിരിക്കുകയാണ്. ക്രിസ്മസ് സെലിബ്രേഷൻ ഇസ് ഓൺ. ഇനി കേക്ക്സ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി നമുക്കുള്ളത്. നൈസ്. അപ്പോൾ എന്തായാലും നല്ല 2 ഫുൾ ബോട്ടിൽ നിറച്ച വൈൻ ഇവിടെ സൂക്ഷിക്കുന്നു. ഇത് ഇരിക്കുന്തോറും വീര്യം കൂടും, ഇരിക്കുന്തോറും ക്ലിയർ ആയിട്ട് വരും. വെരി നൈസ്. വലിയ ചിലവൊന്നുമില്ല. എല്ലാം കൂടെ 1 കിലോ പഞ്ചസാര, 10 പാളയംകോടൻ പഴം, പിന്നെന്താ 1 ടീസ്പൂൺ ഈസ്റ്റ്, ഇത്രയല്ലേ ഉള്ളൂ, കുറച്ച് വെള്ളം. അപ്പോൾ ഈ രീതിയിൽ തന്നെ ചെയ്യാം. അപ്പോൾ നേരത്തെ തന്നെ നമ്മളിത് എന്തായാലും ഞാനിപ്പോൾ നേരത്തെ ഇതെല്ലാം കാണിച്ചതെന്ന് വെച്ചാൽ നിങ്ങൾക്കും വീട്ടിലുണ്ടാക്കി നോക്കാനാണ്. 10 ഡേയ്സ് ടൈമുണ്ട്. അപ്പോൾ ആ 10 ദിവസത്തെ സമയം കൊണ്ട് ധാരാളം. ക്രിസ്മസ് 25-ാം തീയതിയല്ലേ ഉള്ളൂ, ഡിസംബർ. പക്ഷേ ഇത് നേരത്തെ തന്നെ ഫസ്റ്റ് വീക്ക് ഓഫ് ഡിസംബറിൽ തന്നെ നിങ്ങളുടെ കയ്യിൽ വൈൻ ബോട്ടിൽസ് ഒക്കെ റെഡിയാവും. അപ്പോൾ ഇതിൻ്റെ അളവ് ഡബിളോ ത്രിബിളോ ഒക്കെ ആക്കാം. അപ്പോൾ കൂടുതൽ നമ്പർ ഓഫ് കുപ്പികൾ കിട്ടും. എങ്ങനെ ഉണ്ടാവും? അപ്പോൾ നല്ല ടേസ്റ്റ്. ഇത് കഴിച്ചിട്ട് ഫീഡ്ബാക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരിക, ഇഷ്ടമാവും. ഓക്കെ, അപ്പോൾ സന്തോഷം എല്ലാവർക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. Bye.